എന്തൊക്കെ പറഞ്ഞാലും പെരുന്നാളിന് ഇടുന്ന മൈലാഞ്ചിക്ക് കുറച്ച് മൊഞ്ച് കൂടുതലാണ് അല്ലേ. പണ്ടൊക്കെ നമ്മളിങ്ങനെ മൈലാഞ്ചിൻ്റെ ഇല പറിച്ച് അരച്ചിട്ടൊക്കെയാണ് കൈമിടുക. അതാകുമ്പോൾ കെമിക്കലൊന്നും ഉണ്ടാവുന്നില്ല, പേടി വേണ്ടല്ലോ. പക്ഷെ അതേപോലത്തെ ഒരു മൈലാഞ്ചി ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു മൈലാഞ്ചിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അയിമിക്കും ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പേടിക്കാനൊന്നുമില്ല. മൈലാഞ്ചി ഉണ്ടാക്കി തന്ന കുട്ടി തന്നെയാണ് കേട്ടോ തവണ ഐശുവിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതും ബ്രൈഡ്സിനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐശുവിൻ്റെ കയ്യിൽ പെട്ടെന്ന് തീർന്നു. പക്ഷെ ഒരു കൈമിട്ട് കഴിഞ്ഞപ്പോൾ ഐശു പറഞ്ഞു എനിക്ക് മറ്റേ കൈമിലിടണം. അങ്ങനെ രണ്ട് കയ്യിലും, ഒരു കൈയിൻ്റെ ഉള്ളിലും ഒരു കൈയിൻ്റെ പുറത്തുമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇത് കണ്ടിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പണ്ട് മൈലാഞ്ചിട്ടതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരാണ് കേട്ടോ. അല്ലെങ്കിൽ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരം ഓർമ്മകളാണല്ലേ. എൻ്റെ മനസ്സിൽ ആദ്യത്തെ പലതരം സ്മെല്ലുകളാണ് കേട്ടോ. അത് പുതിയ ഡ്രസ്സിൻ്റെ സ്മെല്ല്, ബിരിയാണീൻ്റെ സ്മെല്ല്, അതേമാതിരി മൈലാഞ്ചിൻ്റെ. പെരുന്നാളിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ എല്ലാം സെറ്റാക്കി ഇങ്ങനെ കാത്തിരിക്കും. എല്ലാ പെരുന്നാൾക്കൊന്നും പുതിയ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ പുതിയ ഡ്രസ്സ് എടുക്കണ പെരുന്നാൾ ഭയങ്കര ആഘോഷിക്കാറ്, ഭയങ്കര സന്തോഷിക്കാറ് കേട്ടോ. അതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഒന്ന് പെരുന്നാളായെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇടയിരുന്നു എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് എടുക്കല്ലേ. എന്നാലും പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. അയിമി കരഞ്ഞപ്പോൾ ഞാൻ ഐശുവിനെ അവിടെ ആക്കിയിട്ട് വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ അത് ഇട്ട് കഴിഞ്ഞിട്ടോളം എനിക്ക് കാണിച്ചു തരാണ്. പിന്നെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചപ്പോത്തിന് അത് നല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ തന്നെ അത് കഴുകി. പക്ഷേ കാണുന്ന പോലെ നല്ല പിറ്റേന്നായപ്പോത്തിന് നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ അടുത്തത്തെ കുട്ടികൾ അവരിട്ട് മൈലാഞ്ചിയൊക്കെ കാണിച്ചു തരാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു മാഷാഅല്ലാഹ്. പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കഴിയുകയാണെങ്കിൽ അതൊന്ന് കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട്.